അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ വീടിനെയും നീ ഇരിക്കുന്ന ഇടങ്ങളെയും നീ വർക്ക് ചെയ്യുന്ന ഇടങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീയുമായി ബന്ധപ്പെട്ട് നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളെ, അത് ഫയലാകാം, പേപ്പറാകാം, വേറെ എന്ത് സംഭവമായ അത് കയ്യിലെടുത്തുകൊണ്ട് ആശീർവാദം മേടിക്കും. മക്കളെ, കർത്താവെ, കന്നുകാലി വളർത്തി ജീവിക്കുന്നവരുണ്ട്, കടകമ്പോളം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, ബ്യൂട്ടി പാർലർ നടത്തി ജീവിക്കുന്നവരുണ്ട്, ഓരോരോ ചെറിയ ബിസിനസ് നടത്തിയിട്ട് ബേക്കറി നടത്തി ജീവിക്കുന്നവരുണ്ട്, ചെറുകിട വ്യവസായങ്ങൾ. കർത്താവെ, അവരുടെ ജീവിക്കാനുള്ള മാർഗം പോലും അല്ലെങ്കിൽ കിട്ടാത്ത അവസ്ഥയിൽ സങ്കടപ്പെട്ട് കണ്ണീരോടെ കട തുറക്കുകയും കണ്ണീരോടെ പൂട്ടുകയും ചെയ്യുന്നവരുണ്ട്. ഈശോയെ, അവരെ ഞാൻ അങ്ങയുടെ തിരുസഭയെ ഏൽപ്പിക്കുന്നു.
അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലേ ദൈവമേ, അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം, ഒരു സ്ഥലം, ഒരു സംരംഭം അവർ കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കനാര കല്യാണത്തിൽ ചെന്നിട്ട് അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമ്മ, അധികാരമുള്ള അമ്മ, നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് ജീവിക്കാൻ, നിനക്കും മക്കൾക്ക് ജീവിക്കാൻ പുതിയൊരു ഇടം നൽകുകയും ചെയ്യട്ടെ. കേസകപ്പെട്ടിരിക്കുന്നവരെ, കള്ളക്കേസകപ്പെട്ടിരിക്കുന്നവരെ, അതുപോലെ തന്നെ വാക്ക് തർക്കങ്ങളിൽപ്പെട്ടിരിക്കുന്നവരെ, അതുപോലെ ഭീഷണിക്ക് പെട്ടിരിക്കുന്നവരെ, അതുപോലെ അതിർത്തി തർക്കങ്ങളുള്ളവരെ, അതുപോലെ കേസ് കടലിൽ അനുകൂലമായി വിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ പരീക്ഷയുടെ റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവരെ, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി അനുകൂലമായ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, അവരെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ, വിവാഹത്തിന് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള പരക്കംപാശ നടത്തുന്നവരെ, വീട് സ്ഥലമില്ലാത്തവരെ, സ്ഥലമെങ്കിലും കിട്ടാൻ വേണ്ടി, വീടെങ്കിലും കിട്ടാൻ വേണ്ടി അരഞ്ഞു നടക്കുന്നവരെ, അവരുടെ ഉദ്യമങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. പവർ ആൻഡ് ഗ്രേസ്. ദൈവസ്നേഹമുള്ളവരാണെങ്കിൽ നമ്മളെ ആക്രമിച്ചാലും ശരി, പറയാനുള്ളത് നമ്മൾ പറയും. എന്താ കാര്യം? നമ്മൾ പറയണത് നമുക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ് പറയണത്. അപ്പം തിന്മകൾ കണ്ടു കഴിഞ്ഞാൽ നയപരമായിട്ടെങ്കിലും നിങ്ങൾ അതിനെ സൂചിപ്പിക്കണം, അല്ലാതെ തിന്മകൾ നിങ്ങൾ സ്വാപ്പിട്ട് കളയരുത്. ഈ ലോകത്ത് ഏറ്റവും വലിയ കാര്യം തിന്മകളെ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബിഗ് ബോസിൻ്റെ ഒരു പ്രോഗ്രാം ഇല്ലായിരുന്നോ? അപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്നും പറഞ്ഞു, ഗേ സെക്സിനെ ഞങ്ങൾ വീട്ടിൽ പോലും കയറ്റത്തില്ലെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഉടനെ അവിടെ നിന്നിരിക്കുന്ന ഒരു സിനിമാ നടൻ എന്നാ പറഞ്ഞത്, അങ്ങനെയൊന്നും പറയരുത്, നമ്മൾ ടോളറൻസ് ഉണ്ടാവണം നമുക്ക്, അല്ലേ? ഞാനാണെങ്കിൽ അവരെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ കൈയടിച്ചെല്ലാവരും, അല്ലേ? അതാണ് സമൂഹം. അതാണ്. അതായത് പ്രകൃതി വിരുദ്ധമായൊരു കാര്യമാണ്. പ്രകൃതിക്കൊരു നിയമമുണ്ട്, ആ നിയമം എങ്കിലും പാലിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്, എങ്കിലും പാലിക്കാൻ. അപ്പോൾ അതിനേക്കാൾ താഴേക്ക് പോകുമ്പോൾ പ്രകൃതി വിരുദ്ധം മാത്രമല്ല, മനുഷ്യത്വരഹിതം കൂടിയായിട്ട് വരും അത്. പക്ഷേ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ തിന്മകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ അപ്ലോസ് കിട്ടും, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ മനുഷ്യൻ്റെ മനസ്സാക്ഷിയിൽ തന്നെ ഉണ്ട് ഈ സംഭവം. എന്താണത്? അത് പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യമാണ്, മനുഷ്യത്തെ അപമാനീകരിക്കേണ്ട ഒരു വിഷയമാണ്, മനുഷ്യൻ്റെ മാന്യതയെ കളങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ചിലപ്പോൾ സഭയിലുള്ള ആൾക്കാർ പോലും ചില സമയത്ത് ഇങ്ങനെയുള്ള മീഡിയയുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ളവർ ചിലപ്പോൾ ദൈവത്തെ മറന്ന് ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ കൂടെ കൂടും. ഇപ്പോഴത്തെ മാർപ്പാപ്പ പറഞ്ഞു കേട്ടില്ലേ, എന്താ പറഞ്ഞത്? എനിക്ക് രോഗകാര്യങ്ങൾ തിരക്കാതൊന്നും നേരെയില്ല, അതിനല്ല ഞാൻ അഭിഷേകം ചെയ്തിരിക്കണമെന്ന്. എന്ത് വെടിപ്പേട്ടാ പറഞ്ഞത്? ദേവമാർപ്പാപ്പ കയറിയപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് പെസക് പാർട്ടിയുടെ കയറിയിരിക്കണമെന്ന്. ആ നടപ്പും നിപ്പും നോട്ടും അങ്ങനെ പറയാം. അതായത് പറഞ്ഞെന്താണ്? തുളുമ്പാണ് പറഞ്ഞിരിക്കണത്, എന്നെ ഏൽപ്പിച്ച ജോലി സുവിശേഷം ലോകത്തിന് കൈമാറുകയാണ്. അടിപൊളി. അതിന് ലോക കാര്യങ്ങൾ സെറ്റ് ചെയ്യുകയല്ല, അതിന് വേറെ ആൾക്കാരുണ്ടെന്ന്. അതല്ലേ പറഞ്ഞേ? കാര്യം ആവശ്യമുള്ള പാട്ടിൽ ഇല്ലാത്ത പാട്ടിൽ കൊണ്ടുപോയി ജനങ്ങളെ പക്ഷപാതം വന്ന് ജനങ്ങളുടെ വിഭാഗ്യതയിലേക്ക് സഭ ഒരു ഇരയായിട്ട് മാറും. സഭയ്ക്ക് നിഷ്പക്ഷമായിട്ട് സുവിശേഷം കൊടുക്കേണ്ട സമയത്ത് സുവിശേഷം തന്നെ കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഈ പാപ്പാസ്ഥാനം കൊടുത്തിരിക്കുന്നത്. അത് ലേയോ മാർപ്പാപ്പ ശരിക്കും നല്ല വിവേചനത്തോടെയാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? അതായത് ഓരോ അവസരങ്ങളും വരണതും പുതിയ ദൈവസ്നേഹത്താൽ നമ്മളെ ഈശോ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസങ്ങളിൽ നിന്നാണ് നമ്മൾ കൃപയിൽ വളരണത്. ലൂക്കാ 12:32. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. വായിച്ചോ. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറാൻ ആഗ്രഹിക്കുന്ന ദൈവവചനത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന നാരായണ ദാസൻ അതാണ്. അവനാണ് ദൈവരാജ്യത്തിലായിരിക്കണവൻ. അത്
കൃപയുടെ ഭാഗമായിട്ട് വരുന്നത്. ആ പ്രസാദിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ? അനുഗ്രഹം അല്ല അത്. ലോകരാജ്യത്തിലാണ് അനുഗ്രഹം, ലോകരാജ്യത്തുമുണ്ട് ഫിസിക്കൽ ഫേവേഴ്സ്. ദൈവരാജ്യത്തിൽ ദൈവരാജ്യം മാത്രമേ, അത് കൃപയുടെ ഫലം ദൈവരാജ്യമാണ്. അപ്പോൾ ഇപ്പം ദൈവരാജ്യത്തിലാണ് നീയെങ്കിൽ നമ്മൾ എന്നും ദൈവരാജ്യത്തിൽ തന്നെ ആയിരിക്കും. അല്ല ആരും അന്ത്യവിധി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ച് തരേണ്ട കാര്യമില്ല. ഈ ദൈവരാജ്യത്തിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ ജീവിതം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ഗ്യാരണ്ടി ചെയ്തുകൊണ്ട് തന്നെ സ്വർഗസ്ഥമായിട്ട് തന്നെ നമുക്ക് മരിക്കാൻ പറ്റും. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും
ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം.
നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ ആവേ
മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ
നാലാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ആവേ 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 മരിയ ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ,
നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശ്വരൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ എനിക്കിവിടെ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സോന എന്നാണ്. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പടിമരുത്ത് എന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 13, 2023 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, +2 കഴിഞ്ഞ് വിദേശത്ത് പഠിക്കാൻ പോവുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു +2 കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജർമ്മനെ പറ്റി അറിയുന്നതും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ അവിടുത്തെ കുറേ പോസിബിലിറ്റീസിനെ പറ്റി അറിയുന്നതൊക്കെ. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകുന്നതും പോയി അവസാനം ഒരു B1 ഒക്കെ എത്തിയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉടമ്പടി എടുക്കണം, നീ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് വേണം B2 എക്സാം എഴുതാൻ വേണ്ടി പോകാം. കാരണം വീട്ടിൽ ഒരു 2019 തൊട്ട് വീട്ടിൽ പപ്പ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കണം, നീ എക്സാമിന് പോകുന്നതിന് മുമ്പ് എടുക്കണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് ജാനുവരിയിലായിരുന്നു എക്സാം. ഡിസംബർ 13 എടുത്തു, ജാനുവരിയിൽ എക്സാം. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോകുന്നതിന് ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പോകുന്ന ആ സമയത്തൊന്നും ഞാൻ ഫസ്റ്റത്തെ എൻ്റെ ഉടമ്പടി പാലിക്കേണ്ട രീതിയിൽ പാലിച്ചൊന്നുമില്ല. നല്ല ഉഴപ്പായിരുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി. റിസൾട്ട് വന്നു. എനിക്ക് പാസ്സായില്ല. ഞാൻ ഒന്നിനും പാസ്സായില്ല. 4 മൊഡ്യൂളാണ് ഞങ്ങൾക്കുള്ളത്, 4ലും പാസ്സായില്ല. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കണമെന്നൊന്നും ചിന്തിച്ചില്ല. ആ പുതുക്കാത്ത ഉടമ്പടി പിന്നെ ഉടമ്പടി പുതുക്കിയില്ല. അങ്ങനെ ഞാൻ അടുത്ത എക്സാം, 2ാമത്തെ എക്സാം എഴുതാൻ വേണ്ടി എനിക്ക് ഡേറ്റ് പെട്ടെന്ന് തന്നെ കിട്ടി. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി. പക്ഷേ 2ാമത്തെ പ്രാവശ്യവും എനിക്ക് 4 എണ്ണവും കിട്ടിയില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 2 പ്രാവശ്യവും 4 എണ്ണവും കിട്ടുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ഇനി എനിക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവുമോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഡേറ്റ് കിട്ടാനാണ് ഭയങ്കര പണിയാണ്. ഡേറ്റ് കിട്ടാൻ കുറേ സമയം എടുത്തൊക്കെയാണ് ഒരാൾക്ക് ഡേറ്റ് കിട്ടുന്നത്. അപ്പം എനിക്ക് എക്സാം റിസൾട്ട് വന്നതിൻ്റെ പിറ്റേന്നാന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര ഡെസ്പായിട്ടിരിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എടി നീ പുതുക്കിയിട്ടില്ലല്ലോ, പോയി ഉടമ്പടി പുതുക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, ശരിയാ, ഉടമ്പടി പുതുക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഇതുപോലെ തടസ്സങ്ങൾ. ഞാൻ എടുത്തതല്ലേ, എടുത്ത് നേരെ പാലിച്ചുമില്ല, അത് പുതുക്കാനും പോയില്ല, അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ പുതുക്കാനുള്ള പ്ലാനിങ്ങിൽ ഇങ്ങോട്ട് വരേണ്ട ബസ്സിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു. അങ്ങനെ ബുക്ക് ചെയ്ത സമയത്ത് അവരെ വിളിച്ച് ബുക്ക് ചെയ്ത് ഞാൻ ഫോൺ കട്ട് ചെയ്തൊരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം ഞങ്ങൾ ഇതിന് മുമ്പ് എക്സാം എഴുതിയ സെൻറ്ററുണ്ട് ചെന്നൈ. അപ്പോൾ അവിടുന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു ഇച്ചിരി പേരെ എക്സാം എഴുതിയോളൂ. അതൊരു സ്പെഷ്യൽ എക്സാം ആയിരുന്നു. ഒരു ഇത്ര ദിവസം പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടായിരുന്നു എക്സാം. അപ്പം ഞങ്ങൾ ഈ എക്സാം എഴുതിയ ആ സെൻറ്ററിൽ നിന്ന് ഞങ്ങൾ എക്സാം എഴുതിയ 4-5 പേരുണ്ടായിരുന്നു. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടെ തരാം,
അപ്പം നിങ്ങൾ വന്ന് എക്സാം എഴുതിക്കോളാം, ഫീസ് മാത്രം അടച്ചാൽ മതി എന്ന് പറഞ്ഞു, എക്സാമിൻ്റെ ഫീ. അപ്പോൾ അത് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ പണി. അത് തന്നെ മാതാവ് ഉടമ്പടി പുതുക്കാം എന്ന് ഞാൻ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ആദ്യം എനിക്ക് തന്നൊരു അനുഗ്രഹമായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പാലിക്കേണ്ട രീതിയിൽ ആദ്യത്തെ പോലെ അല്ലായിരുന്നു, പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പാലിച്ചു. ധ്യാനങ്ങൾ കൂടി, എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടി, ബുധനാഴ്ചകൾ ഉപവാസം എടുത്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ അടുത്ത ആശ്രമമുണ്ട്, അവിടെ ഇച്ചിരി പ്രായമായ ചേച്ചിമാരുള്ള അവരുടെ അടുത്ത് പോയി ഞാൻ രാവിലെ പോവും. എന്നിട്ട് അവിടെ അവരെ കുളിക്കാൻ പറ്റാതെ ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഇങ്ങനെ ഇരുത്തി ഞാൻ അവരെ കുളിപ്പിച്ച് അവരുടെ കൂടെ കുറേ നേരം, അതെനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരോട് കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഞാൻ എല്ലാ തിങ്കളാഴ്ചകളിലുമായിരുന്നു അവിടെ പോകുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് എക്സാമായി. എക്സാമിന് പോയി നമുക്ക് വെയിറ്റ് ചെയ്യുന്നൊരു ടൈമുണ്ട്. നമുക്ക് ആദ്യം അവിടെ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈമുണ്ട്. അപ്പോൾ ഞാൻ താഴെ ഇരുന്ന് ഞാനും പപ്പയും കൂടെ ആയിരുന്നു പോയത്. അപ്പോൾ പോയി അവിടെ എത്തിയൊരു റൂമൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ രാവിലെ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി അങ്ങനെ പപ്പ എനിക്ക് തൈലമൊക്കെ പൂശി തന്നു. ഞാൻ ഉപ്പ് വായിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചു. അങ്ങനെയാണ് ഞാൻ സെൻറ്ററിലേക്ക് കയറുന്നത്. അപ്പോൾ ആദ്യം നമുക്കവിടെ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ടൈമുണ്ട്. ആ ടൈമിൽ ഞാൻ അച്ഛൻ്റെ പഴയ ധ്യാനങ്ങളുണ്ട്, ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൂടിയല്ലോ. അപ്പം ആ ധ്യാനങ്ങൾ ഒരു ധ്യാനം ഞാൻ ഓണാക്കി വെച്ച് എൻ്റെ ചെവിയിൽ ഇയർഫോൺ ഉണ്ട്, ഞാൻ കേട്ടോണ്ടിരിക്കുമായിരുന്നു കയറുന്നോടം വരെ. കയറി കഴിഞ്ഞും ഞാൻ എൻ്റെ ഫോൺ നമുക്ക് താഴെ വെക്കണം, അപ്പോൾ ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ കയറിയത്. അപ്പം അങ്ങനെ കയറി ഞാൻ സെൻറ്ററിൽ കയറി എക്സാം എഴുതി. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഫീലൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ എന്തായാലും ജയിക്കും. അത് ഞാൻ പഠിച്ചത് കൊണ്ടല്ല, എക്സാം എളുപ്പമായതുകൊണ്ടല്ല, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തൊരു ശക്തി ഇപ്രാവശ്യം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വിശ്വാസം മാത്രമേ എനിക്കുണ്ടായിരുന്നു, അല്ലാതെ എക്സാം എളുപ്പമൊന്നും ആയിരുന്നില്ല, ഒരേപോലത്തെ അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ വീട്ടിൽ പോയി റിസൾട്ട് വന്നപ്പം എനിക്ക് ഭയങ്കര പാടുള്ള 2 വിഷയമാണ് ഷ്രൈബനും എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റിങ്ങും അതുപോലെ തന്നെ ഹിയറിങ്ങും. കേട്ട് മനസ്സിലാക്കുക ഭയങ്കര പണിയായി ജർമ്മൻ. അപ്പോൾ ഇത് 2 എനിക്ക് കിട്ടി. പിന്നെ ബാക്കി 2 എനിക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്കൊരിക്കലും വിഷമം ഉണ്ടായില്ല, കാരണം എനിക്കറിയാം ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് മാതാവേ, ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ മാത്രം, മാതാവിന് ഇഷ്ടമുണ്ട്, ഈശോയ്ക്ക് ഇഷ്ടമുണ്ട്, ഇതാണ് അങ്ങ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വഴി, ഇതാണെങ്കിൽ മാത്രം ഇത് നടന്നാൽ മതി എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ വിഷമമൊന്നുമില്ലായിരുന്നു, കാരണം എനിക്കറിയാം എന്താണെങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും ഒരു നല്ല വഴിയിലേക്ക് തന്നെ ഞാൻ പോകും, നല്ലൊരു പാത്ത് എനിക്ക് തുറന്നു തരും മാതാവ് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കലും കൈവിട്ടില്ല. പിന്നെയും ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി, പിന്നെ ഞാൻ പോയി എക്സാം എഴുതി. പക്ഷെ അതും എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് പിന്നെ കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എക്സാം എഴുതണ്ട, ചിലപ്പം ഇത്ര ഞാൻ എഴുതിയില്ലേ, ഇനി എക്സാം എഴുതണ്ട, നമുക്ക് കിട്ടിയ മൊഡ്യൂൾ വെച്ച് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അതിനുവേണ്ടി അപ്ലൈ ചെയ്തു. ഔപ്പേർ എന്ന് പറയുന്ന ഒരു വിസ വഴിയാണ് പോകുന്നത്. പക്ഷെ ഞാൻ കൊടുത്ത് അതിൻ്റെ ഒരു നെക്സ്റ്റ് മന്ത് തൊട്ട് അവർ പറഞ്ഞു ഔപ്പേർ വിസകൾ ഇപ്പോൾ റിജക്റ്റായി പോവുക, ഇനി ഇപ്പം ഔപ്പേറിൻ്റെ വിസകൾക്ക് അപ്പോയിൻമെൻറ്റ് പോലും നടക്കുന്നില്ല. അവിടെ എനിക്ക് തടസ്സമായിരുന്നു ജർമ്മനി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഈ ഔപ്പേറിൻ്റെ പ്ലാൻ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ പെട്ടെന്ന് തുറന്നു വന്ന ഒരു വഴിയാണ് ജോർജിയയിലേക്ക് പോകാം, നമുക്ക് അവിടെ ചെന്നാലും ഇപ്പോൾ എനിക്ക് മൊഡ്യൂളുണ്ട്, ഇപ്പോൾ കിട്ടിയതുണ്ടല്ലോ, അപ്പം അവിടെ ചെന്നിട്ടും സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് ജർമ്മൻ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇനി കിട്ടാനുള്ളത് അവിടെ നിന്ന് എഴുതിയെടുത്തിട്ട് നമുക്ക് പ്ലേസ്മെൻ്റ് ഉണ്ട് 4 വർഷം പഠിച്ചു കഴിയുമ്പം. ബാക്കിയുള്ള ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ പോസിബിളാണ് നമുക്ക് അവിടുന്ന് പ്ലേസ്മെൻറ്റോടെ ജർമ്മനിക്ക് പോകാമെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു കാര്യവും കേട്ടു. അതുപോലെ തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകുന്നതിൽ എനിക്ക് ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ പെട്ടെന്ന് രക്ഷപ്പെടും എന്നുള്ളൊരു മൈൻഡോടുകൂടിയാണ് ഞാൻ ജർമ്മൻ എടുക്കാനുള്ള കാരണം. പക്ഷേ
അവിടെ ചെന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കേണ്ട കാര്യം ഓർക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. കാരണം 3 വർഷം നേഴ്സിംഗ് മൊത്തം, അതും ജർമ്മനിൽ മാത്രം പഠിക്കുക എന്ന് പറയുന്നത് എനിക്കങ്ങനെ വേറെ ഭാഷയിലൊന്നും ഒട്ടും ഞാൻ കംഫോർട്ടല്ല. പക്ഷേ രക്ഷപ്പെടും എന്നുള്ളൊരു ഒറ്റ മൈൻഡ് കൊണ്ട് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ജർമ്മൻ ചൂസ് ചെയ്തത്. അപ്പം ഇവിടെയാണെങ്കിൽ എനിക്ക് ഈ വഴി തുറന്നു വന്നപ്പോൾ ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യം, അവിടെ ചെന്ന് എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചാൽ മതി, ഇംഗ്ലീഷ് തന്നെ നഴ്സിംഗ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് എനിക്ക് ഇപ്പം ഞാൻ എക്സാം എഴുതിയതും വെറുതെ ആവില്ല, അവിടുന്ന് ബാക്കി എഴുതിയെടുത്തിട്ട് എനിക്ക് ജർമ്മനിക്കും പോകാം. അപ്പം മൊത്തത്തിൽ മാതാവ് എനിക്കൊരു റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് വേ തുറന്നു തന്നതായിരുന്നു ഈ ജോർജിയ എന്ന് പറയുന്ന കാര്യം. അപ്പം ജോർജിയയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തു, ഏജൻസീനെ കണ്ടുപിടിച്ച് ജോർജിയയുടെ ഇത് കൊടുത്തു. അങ്ങനെ പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊന്നും, ഒരു തടസ്സവും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് ഇന്ന ഡേറ്റിന് ഇത് വരും എന്ന് പറയുന്നതിന് 2 ദിവസം മുമ്പ് എനിക്ക് എല്ലാ മെയിൽസൊക്കെ വരുമായിരുന്നു. അങ്ങനെ വിസയ്ക്ക് ഡേറ്റ് കിട്ടി. വിസയ്ക്ക് ഞാൻ നമ്മുടെ എറണാകുളത്ത് VFS ഗ്ലോബലിൽ പോകണം. അപ്പം നമുക്ക് കുറേ ഡോക്യുമെൻറ്റ്സുമായിട്ട് പോകണം. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിൽ വേണ്ട ഒരു മെയിൻ ഡോക്യുമെൻ്റ് ആയിരുന്നു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് കവർ പേജ്, ഒരു കവർ നോട്ടീസ് പോലെ ബാങ്കിലെ മാനേജറല്ല, അതിന് താഴെയുള്ള ആൾ അതിന് പുള്ളിക്കാരൻ്റെ സൈൻ കിട്ടുന്ന ഒരു കവർ നോട്ടീസ് പോലെ ഒരു സാധനം വേണമായിരുന്നു. പക്ഷേ ഞങ്ങൾ ബാങ്കിൽ പോയത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ഇതേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഏജൻസിക്കാരുടെ അടുത്ത് ഞങ്ങൾ എറണാകുളത്തേക്ക് വന്നപ്പോൾ, അത് കാസർഗോഡ് നിന്ന് എറണാകുളം വരെ വരുന്നതാണ്, അപ്പോൾ അവരുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ അത് ഭയങ്കര പ്രശ്നമാവുമെന്നാണ് തോന്നുന്നത്. കാരണം കവർ നോട്ടീസ് എപ്പോഴും ചോദിക്കാറുണ്ട്. VFSകാർ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വരാൻ വേണ്ടി കാത്തിരിക്കുക, തിരിച്ച് പറഞ്ഞു വിടാൻ. ചിലപ്പോൾ സീനാവും, പക്ഷെ പേടിക്കേണ്ട, ഒന്നുകൂടെ പോയിട്ട് തിരിച്ച് വന്നാൽ മതി. പക്ഷേ അങ്ങനെ എറണാകുളത്ത് നിന്ന് കാസർഗോഡ് വരെ പിന്നെയും തിരിച്ചു പോയി ഒന്നും കൂടി ഇതിനു വേണ്ടി വരിക എന്നുള്ളത് വലിയൊരു പണിയാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ. അപ്പം പക്ഷേ പപ്പയാണ് കൂടെ വന്നത് അന്ന് വിസയ്ക്ക്. തലേന്നേ ഞങ്ങളവിടെ ചെന്നു. അപ്പം പപ്പയാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങൾക്ക് 2 പേർക്കാണെങ്കിലും നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവർ പറയുമെങ്കിലും അവർക്കറിയത്തില്ലല്ലോ ഞങ്ങൾക്കുള്ളൊരു ശക്തി എന്താണെന്ന്. മാതാവ് കൂടെ ഉണ്ട്, മാതാവിൻ്റെ കാശുരൂപം കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. ഒരു ഡൗട്ടും ഇല്ലായിരുന്നു എനിക്ക്. എന്തായാലും എൻ്റെ നാളെ തന്നെ എൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കും, വിസയ്ക്കും സബ്മിറ്റ് ചെയ്യുന്ന പൂർണ്ണ വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടി രാവിലെ എണീച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ എല്ലാ പ്രാവശ്യവും എല്ലായിടത്തും പോകുന്നത് പോലെ നെറ്റിയിൽ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൂത്തു. ചുണ്ടയിൽ ഞാൻ ഉപ്പും തൂത്തിട്ടാണ് ഞാൻ VFSയിലേക്ക് കയറുന്നത്. അവിടെ കയറി ഒന്നുമില്ലായിരുന്നു, അവരൊന്നും ചോദിച്ചില്ല. ഞാനും പപ്പ വിചാരിച്ച പോലെ തന്നെ അവർ എല്ലാ നമ്മുടെ പേപ്പേഴ്സ് മാത്രം നമ്മൾ കൊണ്ടുപോയ സാധനങ്ങൾ പെട്ടെന്ന് ആക്കി. എൻ്റെ ഫസ്റ്റായിരുന്നു എനിക്ക് കിട്ടിയത്. ആദ്യം തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഓക്കെയാണ്, ഇത്ര ദിവസത്തിൽ നിങ്ങൾക്ക് വിസ വരുമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അതെനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. എനിക്കറിയായിരുന്നു, എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ അത്ര സർപ്രൈസ്ഡ് ആയില്ല. പക്ഷെ എങ്കിലും മാതാവാണ് അന്ന് എന്നെ കാത്തത്. അങ്ങനെ എനിക്ക് ഞാൻ ഈ 13th പോവുകയാണ്, ടിക്കറ്റ് എടുത്തു. വിസ വരുന്നു പറഞ്ഞതിൻ്റെ 2 ദിവസം മുമ്പ് വിസയും വന്നു. അങ്ങനെ ഈ 13th ഞാൻ ജോർജിയയ്ക്ക് പോവുകയാണ്. ഞാൻ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതുപോലെ അനാഥാലയമല്ല, നമ്മുടെ ഈ ചേച്ചിമാർ, ആരുമില്ലാത്ത ചേച്ചിമാരുള്ള ആശ്രമത്തിൽ പോയിട്ട് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ആരെന്ത് മോളെ പൈസ തരുമോ, അങ്ങനെ അല്ലെങ്കിൽ മോളെ ഫുഡ് വാങ്ങി തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാതെ അവിടുന്ന് പോകത്തില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ പൈസ ഉള്ളെങ്കിലും ഞാനത് കൊടുത്തിട്ടേ അവിടുന്ന് പോകത്തുള്ളൂ. എത്രയാണെന്ന് ഞാൻ നോക്കത്തില്ലായിരുന്നു. ഫുഡാണെങ്കിലും ഞാൻ വാങ്ങി അവിടെയുള്ള എന്തെങ്കിലും ഹോട്ടലാണെങ്കിൽ ഹോട്ടലിൽ പോയി വാങ്ങി അത് അവർക്ക് കൊടുത്തിട്ടൊക്കെയായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡുണ്ട്, പിന്നെ അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അയൽവക്കക്കാർക്കൊക്കെ ഞാൻ പോയി കൊടുത്ത് അവരോട് പറയുമായിരുന്നു, അക്രൈസ്തവരായിട്ടുള്ളവരോട് പറയുമായിരുന്നു. അവർ ചോദിക്കും ഇതെന്താണെന്ന്. അപ്പോൾ ഞാൻ പറയും ഇത് കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, ആലപ്പുഴയിലുള്ളതാണ്, ഇവിടെ കുറേ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ പത്രങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഞാൻ പറഞ്ഞില്ലേ 2ാമത്തെ ഉടമ്പടി ഞാൻ നേരെ നോക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങിയത്.
എനിക്ക് ഇത്രയും ഭയങ്കര മടിയുള്ള ഒരാളാണ് രാവിലെ എണീക്കാൻ. പക്ഷേ എല്ലാ ദിവസവും രാവിലെ എണീച്ച് ഞാനും പപ്പയും കൂടെ പള്ളിയിൽ പോവും. ഇതുവരെ അത് മുടങ്ങിയിട്ടില്ല. ഇനി അവിടെ ചെന്നിട്ടാണെങ്കിലും എനിക്കതിന് പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54:13. കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. യേശുവിൽ പ്രിയമുള്ളവരെ, സോന ജോൺ കാസർഗോഡിൻ്റെ സാക്ഷ്യം. ആ മോള് ജർമ്മനിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചു പഠിച്ചു, ജോർജിനായിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ ഉടമ്പടി എടുത്തിട്ടൊന്ന് ഉഴപ്പി. അപ്പോഴൊക്കെ പലതവണ പരീക്ഷ എഴുതിയിട്ടും അവിടെ പരാജയമായിരുന്നു. ഉടമ്പടി എടുത്തിട്ട് ഉറങ്ങിക്കിടക്കുന്നവരോട് പറയുകയാണ്, ഉടമ്പടി ജീവിതം നിങ്ങൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉണർന്നെഴുന്നേൽക്കുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഉടമ്പടി പുതുക്കി ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുക. അപ്പോൾ നമുക്ക് ദോഷകരമായി നിൽക്കുന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്യും. അതാണ് ഈ മോൾ ചെയ്തത്. അപ്പോൾ അവൾക്ക് പുതിയ ഉണർവ് കിട്ടി, പുതിയ വെളിച്ചം കിട്ടി, പുതിയതാക്കി അവളെ മാറ്റി ഉടമ്പടി പുതുക്കലിലൂടെ. ഉടമ്പടി പുതുക്കി അമ്മയോട് ചേർന്ന് നിന്ന് അമ്മയെയും ഈശോയെയും മഹത്വപ്പെടുത്തണമെന്ന് മനസ്സിൽ തോന്നിയപ്പോൾ മുതൽ ആ മോൾ വിജയിച്ചു. ഇപ്പോൾ ജോർജിനായിലേക്ക് പോകുകയാണ്. ആ മകൾക്ക് കൊടുത്ത ഈ വലിയ കൃപയ്ക്ക് നമ്മൾക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം.